ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ വിൻസി അലോഷ്യസ് നേരത്തെ പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തൽ അതിപ്പോ ഒരു കേസായി മാറുന്നു. ഷൈൻ ടോം ചാക്കോക്കെതിരെയാണ് ആ കേസ്, പരാതിയായി നൽകുകയാണ് നടി. അപ്പോൾ ലഹരി ഉപയോഗിച്ച് സെറ്റിൽ വെച്ച് മോശമായി പെരുമാറി എന്നത് ഇപ്പോൾ കേസാവുകയാണ്. ഈ നടനെതിരെ നേരത്തെയും ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കേസെടുത്ത് അന്വേഷിക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സിനിമാ മേഖലയിൽ ഒന്നടങ്കം ലഹരിയുടെ ഒരു പിടുത്തമുണ്ട്, പലരും ലഹരി വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അവിടെ ഇവിടെയും പറയാതെയുള്ള ഒരുപാട് ആരോപണങ്ങൾ നേരത്തെ വന്നതാണ്. ഇപ്പോൾ ഒരു നടി സധൈര്യം മുന്നോട്ട് വന്ന് അത് പരാതിയായി നൽകുകയാണ്. അപ്പോൾ ഇത് നൽകുന്ന പാഠം എന്താണ്? ഒപ്പം ഈ നടനെതിരെ നേരത്തെ ഉണ്ടായ ആരോപണങ്ങൾ അതിലും ഇനി ഒരു അന്വേഷണം നടത്തേണ്ടി വരില്ലേ? ഈ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും നാള് ആ കുട്ടി ആ വീഡിയോ പുറത്തു വിട്ട അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് പേര് പറയൂ പേര് പറയൂ പേര് പറയൂ എന്ന് പറഞ്ഞു. ഓക്കെ, പേര് പറഞ്ഞു. ഇനി തീരുമാനിക്കേണ്ടത് സംഘടനയാണ്. അതായത് ചേംബറും തീരുമാനമെടുക്കണം, പ്രൊഡ്യൂസേഴ്സും തീരുമാനമെടുക്കണം. യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുടെ പേര് തുറന്നു പറയേണ്ട ഉത്തരവാദിത്വം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേംബറിനുമായിരുന്നു. എന്തുകൊണ്ടാണ് അവരത് പറയാതിരുന്നത്? അതിനർത്ഥം അവർ കൂടെ അത് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതാണ്. ആ പെൺകുട്ടിയെ അല്ല അത് പറയേണ്ടിയിരുന്നത്. അത് പാവം ഈ ആക്രമണം സഹിക്കണമയ്യാഞ്ഞിട്ടാണ് ആ കുട്ടി ഒടുവിൽ ഈ പേരെഴുതി പരാതി കൊടുക്കുന്നത്. അപ്പോ ഇത് ഇനിയെങ്കിലും സ്ട്രോങ് ആയ ഒരു തീരുമാനം, വെറുതെ ഒരു പത്രസമ്മേളനം വിളിച്ച് ഇത്ര ബഡ്ജറ്റായി, ഇത്ര കോടികളായി, പടം ഓടിയില്ല, അതില്ല, ഇത്ര ബഡ്ജറ്റാവുന്നു, ഇത്ര കോടികളാകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവർ ചോദിക്കുന്ന പൈസ കൊടുത്തിട്ടാണ് ഈ നടന്മാരെ സെറ്റുകളിൽ. ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ വരുന്ന ഒരു അപ്ഡേറ്റ്, നടി വിൻസി അലോഷ്യസ് പരാതി നൽകിയാൽ നടപടി എന്ന് പറയുകയാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ. അതായത് നടപടി എന്നാൽ ഷൈൻ ടോം ചാക്കോയെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തും പരാതി കിട്ടിയാൽ എന്ന് പറയുകയാണ്. പരാതി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഇനി വിൻസിക്കുണ്ടോ ശ്രീമതി ഭാഗ്യലക്ഷ്മി? ഇത് അല്ല, തീർച്ചയായിട്ടും ഒരാള്, ഞാൻ അതാ പറഞ്ഞ, ഇത് ആദ്യമേ ഇത് പറയേണ്ടത് പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു. ഈ പരാതി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ലായിരുന്നു. കാരണം എന്റെ പൈസ ഞാൻ കൊടുത്തിട്ടാണ് ഈ ദുരിതം മുഴുവനും അനുഭവിക്കുന്നത്. അത് മനസ്സിലാക്കാതെ ഇവരുടെ നിശബ്ദതയല്ലേ ഇത് ഇത്രത്തോളം വളർത്തിയത്. അപ്പൊ ഇനിയെങ്കിലും സ്ട്രോങ് ആയ ഒരു തീരുമാനം നിർമ്മാതാക്കളുടെ സംഘടന എടുക്കണം. അതാണ് നമ്മൾ ഈ വിൻസി അലോഷ്യസിന് വേണ്ടി മാത്രമല്ല, ഓരോ ആർട്ടിസ്റ്റും, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, ഇങ്ങനെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരോടൊപ്പം സഹകരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളും ഇത് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാം സഹായിക്കുക എന്നത് ഈ പണം മുടക്കുന്ന വ്യക്തിക്കല്ലേ ഇത് മനസ്സിലാവുള്ളൂ. പണം മുടക്കുന്ന വ്യക്തിയല്ലേ അത് പറയേണ്ടിയിരുന്നത്. ഇത്രയധികം ആ പെൺകുട്ടിയെ ആക്രമിക്കാൻ വിട്ടുകൊടുക്കണമായിരുന്നോ? നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി.